എല്ലാവർക്കും തന്നെ ആക്ഷൻ കിട്ടുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത് നമ്മുടെ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ, കമലഹാസൻ തുടങ്ങിയ വമ്പൻ താരനിരകൾ അണിനിരന്ന് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ തിയേറ്ററുകളിലെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന ഗംഭീര അഭിപ്രായം നേടിയ സിനിമയാണ് കൽക്കി. ഇന്ന് പുലർച്ചെ വെളുപ്പിന് 4:30 സിനിമയുടെ ആദ്യ ഷോ നമ്മുടെ തെലങ്കാനയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഷോയ്ക്ക് ശേഷം തന്നെ സിനിമയ്ക്ക് നല്ലൊരു പോസിറ്റീവ് റിവ്യൂസ് തന്നെയായിരുന്നു പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ ഇന്റർവെല്ലും ക്ലൈമാക്സും വേറെ ലെവൽ എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പ്രഭാസിന്റെ അവസാനം ഇറങ്ങിയ 3 സിനിമകളും ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ 2 പരാജയമായിരുന്നു. ഇപ്പോൾ റിലീസ് ചെയ്ത പ്രഭാസ് നായകനായി വരുന്ന കൽക്കി എന്ന സിനിമയ്ക്ക് എബോവ് ആവറേജും അതിനോടൊപ്പം തന്നെ ആവറേജ് അഭിപ്രായമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഇപ്പോൾ എക്സ്ട്രാ ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ, കമലഹാസൻ എന്നീ താരങ്ങൾക്ക് പുറമെ തന്നെ വമ്പൻ ക്യാമിയോ റോളുകളിൽ നിന്നും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നും അതിനോടൊപ്പം തന്നെ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്നും ഒക്കെ വമ്പൻ താരനിരകളാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അണിനിരന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ദുൽഖർ സൽമാനും അതിനോടൊപ്പം തന്നെ വിജയ് ദേവരകൊണ്ട എന്നിവരൊക്കെ ഈ ഒരു സിനിമയിൽ ക്യാമിയോ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ട്രാക്കേഴ്സ് ഐഡി എല്ലാം തന്നെ പറയുന്നത് കൽക്കി എന്ന സിനിമ ആദ്യ ദിനം ഏകദേശം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് 120 കോടിയും ഓവർസീസ് ആയിട്ട് ഏകദേശം 60 to 80 കോടി രൂപയ്ക്കടുത്ത് കളക്ഷൻ നേടും. ഓൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 200 കോടിക്ക് മുകളിൽ ആദ്യ ദിനം കളക്ഷൻ നേടുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ് SS രാജമൗലി സംവിധാനം ചെയ്ത RRR എന്ന സിനിമ. ഈ ഒരു സിനിമയാണ് ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ. 223 കോടി രൂപയ്ക്കടുത്ത് കളക്ഷനാണ് ഈ ഒരു സിനിമ ഇന്ത്യ മൊത്തമായി അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് നേടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയുടെ റെക്കോർഡ് മറികടക്കുമോ ഇല്ലയോ എന്നാണ് നോക്കാൻ പോകുന്നത്. എന്തായാലും ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് നമ്മുടെ ചാനലിലൂടെ പുറത്തുവിടുന്നതായിരിക്കും.